RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷക സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പറഞ്ഞാൽ ഇന്നലെ രാത്രി നടന്ന ജിറോണ വിസസ് റയൽ മഡ്രിഡ് മത്സരത്തെ കുറിച്ചാണ്. മത്സരത്തിൽ 1-1 ജിറോണ റയൽ മഡ്രിഡിനെ കൂട്ടിയിരിക്കുകയാണ്. ജിറോണയുടെ ഹോം ഗ്രൗണ്ടിലായിരുന്ന മത്സരം. ജിറോണ റിലഗേഷൻ സോണിൽ 18ാം സ്ഥാനത്ത് കിടക്കുന്ന ക്ലബ്ബാണ്. അവര് 1-0 വിജയിക്കേണ്ട കളി 1-1 സമനിലയിൽ റയൽ മഡ്രിഡ് സമനിലയിൽ എത്തിച്ചിരിക്കുകയാണ്. ഒരുപാട് ചാൻസുകൾ ഫസ്റ്റ് ഹാഫിൽ കിട്ടിയിട്ടുണ്ട് ജിറോണയ്ക്ക്. പക്ഷേ ഭാഗ്യം കൊണ്ടും അതുപോലെ കോർട്ടോയുടെ സേവുകൾ കൊണ്ട് മാത്രം റയൽ മഡ്രിഡ് രക്ഷപ്പെട്ടു. സെക്കൻഡ് ഹാഫിൽ അത്യാവശ്യം നല്ല രീതിക്ക് അവസാനത്തെ 10 മിനിറ്റ് റയൽ നല്ല ഇമ്പാക്ട് സമനില കഴിഞ്ഞും വിജയം നേടുമെന്ന് തന്നെ നമ്മൾ വിചാരിച്ചാണ്. പക്ഷേ ജിറോണയുടെ ഡിഫൻസിന് മുന്നിൽ അവർ തോൽവി സമ്മതിക്കായിരുന്നു. തീർച്ചയായിട്ടും കളി കഴിഞ്ഞപ്പോൾ തന്നെ ജിറോണ പ്ലേയേഴ്സ് അത്രയും ആഘോഷിക്കേണ്ടത്. റിലഗേഷൻ സോണിൽ കിടക്കുന്ന ഒരു ടീമാണ്. അപ്പോൾ അവര് റയലിനെ പോലത്തെ ഒരു ടീമിനെ, 2ാം സ്ഥാനത്ത് 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമിനെ അവരൊരു സമനില പിടിക്കാന്ന് പറഞ്ഞാൽ അവർക്ക് വിജയിച്ച് തുല്യമാണ്. ചുരുങ്ങിയത് 2-3 ഗോൾ അടിക്കേണ്ട ചാൻസ് ഒക്കെ, സിമ്പിൾ ചാൻസ് ഒക്കെ ജിറോണയ്ക്ക് കിട്ടിയിട്ടുണ്ട് ജിനോവ. പക്ഷെ അത് ഫിനിഷിങ്ങിന്റെ പോരായ്മകളും അതേപോലെ കോർട്ടോയുടെ അതിഗംഭീരമായ സേവുകളായിരുന്നു. നല്ല ഒരു നല്ല സ്പിരിറ്റുള്ള ഗെയിമായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ റയൽ മഡ്രിഡിന്റെ ഒരു ഷോട്ട് പോലും ഓൺ ടാർഗറ്റിലേക്ക് പോയിട്ടാന്നുള്ളതാണ് എടുത്ത് പറയേണ്ടത്. അതേപോലെ എംബാപ്പന്റെ ഒരു ഗോള് അടിച്ച് സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് അവിടുത്തെ കാണികളിലേക്ക് കളിയാക്കി വന്നിട്ടാണ് ഇവിടെ നോക്കുമ്പോൾ ഹാൻഡ് ബോൾ. ഈ ചങ്ങായിക്ക് അറിയില്ല ഇത് വാറാണ്, വാറ് കൊടുത്താൽ കൈ തട്ടിയത് അറിയില്ലേ. ഗോൾ സെലിബ്രേഷൻ കഴിയുമ്പോൾ അവിടെ റഫറി വാർ വിളിച്ചു. പൊതുവെ അങ്ങനെ വാർ സംഭവിക്കാത്തതാണ്. പക്ഷെ ആ ഒരു സ്ലൈറ്റ് ഹാൻഡ് ബോൾ അത് ഗോൾ കീപ്പറിന്റെ അടുത്ത് വെച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷെ അപ്പോഴും ജിറോണ പ്ലേയേഴ്സ് വരെ ആ ഒരു ഗോളിന് വേണ്ടിയിട്ട്, ആ ഒരു ഹാൻഡ് ബോളിന് വേണ്ടിയിട്ടല്ല അവർ ചെയ്തത്. അവിടെ അവരുടെ ഡിഫൻഡറിനെ ഫൗൾ ചെയ്തതിന് വേണ്ടിയിട്ട് ആ ഫൗളിന് വേണ്ടിയിട്ട് അപ്പീൽ ചെയ്തു. അപ്പീൽ ചെയ്തിട്ട് ജിറോണയുടെ ഗോൾ കീപ്പർക്ക് യെല്ലോ കാർഡ് കിട്ടുന്നുണ്ട്. പക്ഷെ വാർ വിളിച്ചത് ഈ ഹാൻഡ് ബോളിലായിരുന്നു. അങ്ങനെ ഗോൾ ഡിസ്ക്വാളിഫൈ ആയി. കഴിഞ്ഞ സീസണിലും എംബാപ്പെ ഒരുപാട് ഗോള് സ്കോർ ചെയ്ത ശേഷം ഓഫ് ലൈൻ ട്രാപ്പിലും അതേപോലെ ഒരുപാട് ഇത് നടന്നിട്ടുണ്ട്, സെലിബ്രേഷന് ശേഷം നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വല്ലാത്തൊരു സംഭവമാണ്. അതേപോലെ ഒരുപാട് പ്ലേയേഴ്സിന് ഇങ്ങനെ പറ്റിയിട്ടുണ്ട്. അത് വല്ലാത്തൊരു സംഭവം തന്നെ. പക്ഷെ ഇത് ശരിക്കും ഹാൻഡ് ബോൾ കൈ തട്ടി അറിയാലോ, വാർ എന്തായാലും വിളിക്കുന്ന അറിയാലോ. അത് വിളിക്കില്ല എന്നുള്ള പ്രതീക്ഷയിലായിരിക്കും എംബാപ്പെ നോക്കിയത്. അപ്പൊ എന്തായാലും റയല് സെക്കൻഡ് ഹാഫിൽ അവസാന 10-20 മിനിറ്റ് നന്നായി പൊരുതി നോക്കിയ ഒരു വിജയത്തിന് വേണ്ടിയിട്ട് അവസാനം വിനീഷ്യസിനെ പെനാൽറ്റി ബോക്സിൽ തള്ളിയിട്ടതിന് വേണ്ടിയിട്ടാണ്, ഫൗളിന് ചെയ്തതിന് വേണ്ടിയിട്ടാണ് അവർക്ക് പെനാൽറ്റി കിട്ടുകയും എംബാപ്പെ പെനാൽറ്റിയിലൂടെ ഗോളാക്കുകയും ചെയ്തു. അവസാനം 3 മത്സരങ്ങളിൽ, ലീഗിൽ 3 മത്സരങ്ങളിൽ റയൽ ജയിച്ചിട്ടില്ല. 3 പോയിന്റ് സ്വന്തമാക്കിയിട്ടുണ്ട് 3 മത്സരങ്ങളിൽ നിന്ന്. 1-1. അതാണ് റയലിന്റെ ഇപ്പോൾ സാബി അലോൺസോയുടെ കീഴിൽ റയൽ മഡ്രിഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താന്ന് പറഞ്ഞാൽ ഒരു ക്ലബില് അവരുടെ കോച്ചും അവരുടെ പ്ലേയേഴ്സും അല്ലെങ്കിൽ അവരുടെ കോച്ചിങ് സ്റ്റാഫുകളും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ആ ക്ലബിന്റെ പ്രകടനത്തെ ബാധിക്കും. അത് എത്ര നല്ല ലോകോത്തര ക്ലബ്ബുകളായിരുന്നാലും. ഈ സീസണിൽ ബാഴ്സലോണയുടെ എൽ ക്ലാസിക്കോയിൽ മാത്രമാണ് അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസ് നടത്തിയത്, ഒരു ടീം വർക്കായിട്ട് പെർഫോമൻസ് നടത്തിയതും. ബാക്കി അത്ലറ്റിക്കോ മഡ്രിഡ് 5 ഗോളിനെ പരാജയപ്പെട്ടത്. അതേപോലെ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് 3 മത്സരങ്ങൾ സമനിലയാണ്. ഷാബിയുടെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആള് ലെവർകൂസനിൽ നടത്തിയ അതേ ഇതാണ് റയൽ മഡ്രിഡിൽ നടത്താൻ നോക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഷാബിക്ക് ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഏത് ടീമും ഏത് പ്ലെയറും വലുതല്ല, എല്ലാ പ്ലെയേഴ്സിനും ഒരേപോലെ കാണുന്നു. അതേപോലെ റൊട്ടേഷൻ പോളിസിങ് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതൊക്കെ കുറെ പ്ലെയേഴ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. എന്ന് പറഞ്ഞാൽ അഞ്ചലോട്ടിയുടെ കീഴിൽ ഫുൾ ടൈം കളിച്ചിരുന്ന കുറെ പ്ലെയേഴ്സ് ബെഞ്ചിലും അതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലൊക്കെയാണ് വരുന്നത്. അതേപോലെ വിനീഷ്യസ് ആയിട്ട് പ്രശ്നമുണ്ട്, അതേപോലെ റോഡ്രിഗോ ആയിട്ട് പ്രശ്നങ്ങളുണ്ട്, ബ്രസീലുകാരായിട്ടുള്ള പ്രശ്നങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ 2 ചേരിയായിട്ടാണ് ഇപ്പോൾ റയൽ മഡ്രിഡ് നിൽക്കുന്നതെന്ന് പറയാം. വിനീഷ്യസും റോഡ്രിഗോയും അടങ്ങുന്ന ഒരു വിഭാഗവും അതേപോലെ എംബാപ്പെ ബെല്ലിംഗ്ഹാം അടങ്ങുന്ന ഒരു വിഭാഗം, ഇങ്ങനെ റൂമറുകൾ വരുന്നത്. അപ്പോൾ അത് കുറെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് പ്രശ്നം. ഒരു ടീമിൽ കോച്ചും പ്ലെയേഴ്സും തമ്മിലുള്ള ഒരു മാൻ മെയ്ഡ് അത് ഇല്ലാതിരുന്നാൽ അവിടെ പ്രശ്നങ്ങൾ തന്നെയാണ്. അവിടെ പിന്നെ എന്ത് തന്നെ കളിക്കാൻ പറ്റിയാലും അവർക്ക് അതിൽ നിന്ന് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. ഷാബി അവിടെ നടപ്പാക്കുന്ന ലെവർകൂസൻ നോർമൽ ആയിട്ടുള്ള ഒരു ടീമാണ്. ആ ടീമിനെ ഇതുവരെ കൊണ്ട്, പക്ഷേ റയൽ മഡ്രിഡ് പറഞ്ഞാൽ ബ്രാൻഡ് വാല്യൂ കൊണ്ടും ഫാൻ ബേസ് കൊണ്ടും എല്ലാം കൊണ്ടും ഹൈ ലെവലിൽ നിൽക്കുന്ന ഒരു ക്ലബ്ബാണ്. ഈ ലെവലിൽ പോവുകയാണെങ്കിൽ ഇതിന് ഇപ്പോൾ വിജയങ്ങളും കാര്യങ്ങളും ട്രോഫികളൊന്നും ഈ സീസണിൽ ഇല്ലെങ്കിൽ അടുത്ത സീസണിൽ ചിലപ്പോൾ ഷാബി അലോൺസോ റയലിൽ ഉണ്ടാവില്ല. അത്യാവശ്യം നല്ല പ്രകടനമൊക്കെ നടത്തി 1-2 ട്രോഫികളൊക്കെ ചൂടാണ്, ചാമ്പ്യൻസ് ലീഗിലും നല്ല നിലവാരങ്ങളൊക്കെ പുലർത്തുകയാണെങ്കിൽ ഷാബി ഉണ്ടാവും. ഷാബിക്കെതിരെ നിൽക്കുന്ന വിനീഷ്യസും റോഡ്രിഗോ ക്ലബിനുണ്ടാവില്ല. അതാണ് നടക്കാൻ പോകുന്ന കാര്യം റയൽ മഡ്രിഡിൽ. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഒരു ക്ലബിന്റെ പ്രകടനം വളരെ പ്രശ്നങ്ങളിലൂടെയാണ് പോവുക. ഇപ്പോൾ ബാഴ്സലോണയാണ് ഇപ്പോൾ ലീഗ് 1ാമത് നിൽക്കുന്നത്, 2ാം സ്ഥാനത്ത് നിൽക്കുന്ന റയൽ മഡ്രിഡ്, 3ാം സ്ഥാനത്ത് വില്യാറിയലും 4ാം സ്ഥാനത്ത് അത്ലറ്റിക്കോ മഡ്രിഡ്. ഓരോ പോയിന്റ് വ്യത്യാസത്തിലാണ് ഈ ടീമുകളൊക്കെ നിൽക്കുന്നുള്ള കാര്യം. ഇന്ന് വിജയിക്കുകയാണെങ്കിൽ വീണ്ടും ടോപ്പിലെത്താനുള്ള അവസരം റയൽ മഡ്രിഡ് നഷ്ടപ്പെടുത്തിയത്. ഫസ്റ്റ് ഹാഫിൽ ശരിക്കും ജിറോണയുടെ ആധിപത്യമായിരുന്നു. ശരിക്കും ഒരു ചുരുങ്ങിയതൊരു 4-5 കൗണ്ടർ അറ്റംപ്റ്റുകളും അതേപോലെ ഗോൾ അറ്റംപ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും
റയൽ മഡ്രിഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. സെക്കൻഡ് ഹാഫിലാണ് റയൽ മഡ്രിഡ് കുറച്ചെങ്കിലും ഒന്ന് കളിച്ചത്. ആ ഫസ്റ്റ് ഗോൾ ജിറോണ അടിക്കുന്നതിന് ശേഷമാണ് ഒന്നുകൂടെ ഒന്ന് കളിച്ചത്. അതിന്റെ ഫലമായിട്ടാണ് ഒരുപാട് ചാൻസുകൾ കിട്ടിയിട്ടുണ്ട്. ജിറോണയുടെ ഗോൾ കീപ്പറുടെ സേവുകളും അതേപോലെ ജിറോണയുടെ ഡിഫൻസും അതിഗംഭീരമായിരുന്നു. അപ്പോൾ നമുക്ക് ഇവരുടെ ഒരു ടേബിൾ നോക്കി കഴിഞ്ഞാൽ ബാഴ്സലോണ 14 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 11 വിജയവും 1 സമനിലയും 2 തോൽവി അടക്കം 34 പോയിന്റാണ്. റയൽ മഡ്രിഡ് ആണെങ്കിൽ 14 മത്സരങ്ങളിൽ നിന്ന് 10 വിജയവും 3 സമനിലയും 1 തോൽവിയും അടക്കം 33 പോയിന്റുമായിട്ട് 2ാം സ്ഥാനത്തുണ്ട്. വില്ലാരിലാണെങ്കിൽ 14 മത്സരങ്ങളിൽ നിന്ന് 10 വിജയവും 2 തോൽവിയും 2 സമനിലയും അടക്കം 32 പോയിന്റുമായിട്ട് 3ാം സ്ഥാനത്തുണ്ട്. 4ാം സ്ഥാനത്തുള്ള അറ്റ്ലറ്റിക്കോ മഡ്രിഡാണ് 14 മത്സരങ്ങളിൽ നിന്ന് 9 വിജയവും 4 സമനിലയും 1 തോൽവി അടക്കം 31 പോയിന്റുമായിട്ട് 4ാം സ്ഥാനത്താണ്. 4 സ്ഥാനത്തും ഭയങ്കര കോമ്പറ്റീഷനാണ്, ഓരോ പോയിന്റിന്റെ വ്യത്യാസമാണ്. അടുത്ത മത്സരം റയലിനാണെങ്കിൽ അത്ലറ്റിക്കോ ബിൽബാവോ ആയിട്ടാണ് വരുന്നത്. ബാഴ്സലോണയ്ക്കാണെങ്കിൽ അത്ലറ്റിക്കോ മഡ്രിഡ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത്ലറ്റിക്കോ മഡ്രിഡിന്റെ കൂടെ ബാഴ്സ ജയിക്കാനേ നോക്കുള്ളൂ, ഈ ലീഡ് ഉയർത്തിയിട്ട് അതേപോലെ ടോപ്പിൽ നിൽക്കാൻ തന്നെ നോക്കുള്ളൂ. അപ്പോൾ എന്തായാലും ആ മത്സരം തീപ്പാറിയ മത്സരമായിരിക്കും. എന്തായാലും റയൽ മഡ്രിഡിനെ അത്ലറ്റിക്കോ മഡ്രിഡ് അടുത്ത മത്സരത്തിൽ വിജയിക്കുകയാണെങ്കിൽ അവർക്ക് 34 പോയിന്റായിട്ട് ലീഗിൽ ടോപ്പിൽ വരാം. പിന്നെ ഗോൾ ശരാശരിയിലൊക്കെയാണ് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നോക്കാൻ പറ്റുള്ളൂ. ഈ സീസണിൽ 14 മത്സരങ്ങൾ മാത്രം കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും റയൽ മഡ്രിഡിന് 6ലേറെ പെനാൽറ്റികൾ കിട്ടിയിട്ടുണ്ട്. അതിൽ 5 ഗോളാക്കിയിട്ടുണ്ട്, 1 ബാഴ്സലോണയ്ക്കെതിരെ ഷെർസ്നി സേവ് ചെയ്ത് മാറ്റുന്ന ഒരു ഗോൾ. അങ്ങനെ ഇവർക്ക് പെനാൽറ്റിയുടെ ആനുകൂല്യങ്ങൾ ഒരുപാട് കിട്ടുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ചങ്ങായിപ്പന്റെ ഒരു പ്രിഫറൻസ് എന്താണെന്ന് പറഞ്ഞാൽ പരമാവധി ബോക്സിലേക്ക് ഇൻസൈഡ് ചെയ്തിട്ട് ആക്രമിച്ച് ട്രിബിൾ ചെയ്ത് പോകും. അപ്പൊ എങ്ങനെയും എതിർ ടീമിന് ഡിഫൻഡർമാരുടെ കാലോ കയ്യോ തട്ടിയിട്ട് അവര് വീഴും. അപ്പോൾ പെനാൽറ്റി ഇത് ഒരു നല്ലൊരു കാര്യം തന്നെയാണ് അവർക്ക് പെനാൽറ്റി കിട്ടാനുള്ളത്. പക്ഷെ ചില അവസരങ്ങളിൽ അത് അതിനുശേഷം 1-2 അറ്റംപ്റ്റുകളൊക്കെ നടന്നിട്ടുണ്ട്, പക്ഷെ അതൊന്നും വിജയിക്കാൻ പറ്റില്ല. പക്ഷെ ഏതെങ്കിലും ഒന്ന് കിട്ടിയാലും മതി പെനാൽറ്റി. അങ്ങനെ ആ ഒരു പെനാൽറ്റിയിലൂടെയാണ് ഇന്ന് റയൽ മഡ്രിഡ് സമനില പിടിച്ചിരിക്കുന്നത്. എംബാപ്പയുടെ ഒരു എക്സ്ട്രാ ഒരു ഗോളും ഉണ്ടായിരുന്നു, പക്ഷെ അത് ഹാൻഡ് ബോൾ ആയിപ്പോയി. പിന്നെ 1-2 ഓഫ് സൈഡ് ചാൻസുകൾ ഉണ്ടായിരുന്നു. അവസാന കളി കഴിയാൻ 1-2 മിനിറ്റുള്ള സമയത്ത് എംബാപ്പയ്ക്ക് ഒരു കിടിലൻ ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഗോളായി തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, അത് ബോക്സിന്റെ പുറത്തോട്ട് പോയി. അതാണ് വിനീഷ്യസ് ജൂനിയർക്ക് കിട്ടിയിട്ടുണ്ടായത്. നമുക്ക് ഇവരുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ 10 ഷോട്ടുകളാണ് ജിറോണ എടുത്തത്. അതിൽ 4 ഓൺ ടാർഗറ്റിലേക്കാണ്. അതിൽ 1 ഗോളും 3 നമ്മുടെ കോർട്ടോടെ സേവുകളാണ്. അതേപോലെ റയൽ മഡ്രിഡ് ഭാഗത്ത് നോക്കുകയാണെങ്കിൽ 24 ഷോട്ടുകൾ എടുത്തിട്ടുണ്ട്. അതിൽ 5 മാത്രമാണ് ഓൺ ടാർഗറ്റിലേക്ക്. അതിൽ ഫസ്റ്റ് ഹാഫിൽ 0 ഓൺ ടാർഗറ്റ് എന്നുള്ളതാണ്. 40% പൊസിഷൻ ജിറോണയ്ക്ക് ഉണ്ടായിരുന്നു, 60% പൊസിഷൻ ഉണ്ടായിരുന്നു റയൽ മഡ്രിഡിന്. 350 പാസുകൾ ജിറോണ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 582 പാസുകളാണ് റയൽ മഡ്രിഡ് കംപ്ലീറ്റ് ചെയ്തത്. 90% പാസിംഗ് അക്യുറസി ജിറോണ ഉണ്ടായിരുന്നു, 92% റയൽ മഡ്രിഡും. 8 ഫൗൾസ് കമ്മിറ്റ് ചെയ്തപ്പോൾ ജിറോണ കമ്മിറ്റ് ചെയ്തപ്പോൾ 14 ഫൗൾസാണ് റയൽ മഡ്രിഡ് കമ്മിറ്റ് ചെയ്തത്. 3 യെല്ലോ കാർഡും അവിടെ കാർഡുകളൊന്നുമില്ല. ഓഫ് സൈഡ് നോക്കുകയാണെങ്കിൽ 2 ടീം ഓരോ ഓഫ് സൈഡ് ബീറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ കോർണേഴ്സ് വിൻ ചെയ്ത് ജിറോണ 2ഉം റയൽ മഡ്രിഡ് 5ഉമാണ്. അപ്പോൾ റയൽ മഡ്രിഡിന്റെ ഫാൻസ് ആഗ്രഹിച്ചിരുന്ന ആ ടോപ്പിലേക്ക് തിരിച്ചു വരാമെന്ന് വിചാരിച്ചായിരുന്നു. ഇനി അടുത്ത കുറച്ച് കാലം ബാഴ്സലോണയായിരിക്കും ലീഗ് ഭരിക്കുക. അത്ലറ്റിക്കോ മഡ്രിഡിലുള്ള മത്സരത്തിന് ശേഷം ഇത് പറയാൻ പറ്റുള്ളൂ, അതിനുശേഷം എന്തും തീരുമാനിക്കാൻ പറ്റില്ല. അപ്പോൾ അത്ലറ്റിക്കോ മഡ്രിഡായിട്ടും ബാഴ്സലോണയ്ക്ക് കളിയുണ്ട്, അതേപോലെ അത്ലറ്റിക്കോ ബിൽബാവോ ആയിട്ട് റയൽ മഡ്രിഡിന് കളി വരുന്നുണ്ട്. അപ്പോൾ 2 മത്സരങ്ങളും കഴിഞ്ഞാലാണ് ടീമിന്റെ അതേപോലെ ലീഗിന്റെ ഒരു ഘടന നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.